കലാശക്കൊട്ട് എന്ന് പറയുന്ന കേരളത്തിൽ വലിയ സംഘർഷത്തിന് സാധ്യതയ്ക്കുള്ള കലാശക്കൊട്ടിന് ഞങ്ങളില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. കൗൺസിലർ എന്ന് പറയുന്നത് ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പഞ്ചായത്ത് മെമ്പർ അല്ല കൗൺസിൽ അല്ലെങ്കിൽ കൗൺസിലർ എന്നൊക്കെ. അവിടെ തട്ടിപ്പും ഗിമ്മിക്കുകളൊക്കെ കാണിച്ചാൽ ഒക്കെ പെട്ടെന്ന് വെളിച്ചത്ത് വരും. അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നാൽ അത് ഉടനെ ചോദ്യം ചെയ്യപ്പെടും. അത് സാധാരണഗതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഒരാൾ രംഗത്തിറങ്ങിയാൽ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ എടുക്കുന്നൊരു നിലപാട് അയാൾക്ക് ഇത്തിരി സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ അയാളെ ചെന്ന് കണ്ട് വല്ല പണവും കൊടുത്ത് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇത് രണ്ടിനും എന്തായാലും എൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. എന്നെ ഈ രണ്ടിനും കിട്ടില്ല എന്ന നല്ല ബോധ്യമുള്ളവരാണ് ഇവിടുത്തെ ആളുകൾ. തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു വാർഡാണ് കണ്ണമൂല. എന്നാൽ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് ഒരുപാട് അവഗണിക്കപ്പെട്ട വാർഡാണ് കണ്ണമൂല. പല ഇടറോഡുകളും സ്ലാബുകൾ മൂടാത്ത ചാലുകളാൽ കിടക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. കൊതുക് ശല്യം ഭീകരമാണ്. കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളേ നടക്കുന്നില്ല. അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുക, അവർക്കൊരു ആശ്രയമാവുക. ഏത് സമയത്തും കൂടെ ഒരാളായി, ഏത് സമയത്ത് വിളിച്ചാലും വരാനൊരാളുണ്ട്. ഒരു സഹോദരനായി, മകനായി, കൂടെപ്പിറപ്പായി കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ആളുകൾക്കുള്ളത്. അത് തെറ്റിക്കില്ല. നമസ്കാരം. ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡന്റും അതുകൂടാതെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ എം രാധാകൃഷ്ണനാണ്. എം രാധാകൃഷ്ണൻ നിലവിൽ കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ ബഹളവും ഒന്നുമില്ലെങ്കിലും ആളുകളെ വെറുപ്പിക്കാതെ അല്ലെങ്കിൽ ആളുകളെ ശല്യപ്പെടുത്താതെ, ഇപ്പോൾ ഉദാഹരണത്തിന് വീടുകളുടെ പെയിൻ്റ് അടിച്ച ചുവരുകളിൽ ചിത്രം പതിക്കാതിരിക്കുക, മൈക്ക് വലിയ ഉച്ചത്തിലല്ലാതെ ആവശ്യത്തിന് മാത്രം ഉച്ചത്തിൽ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള മിതത്വം പാലിച്ചുള്ള പ്രചാരണ രീതി എല്ലാ വീടുകളിലും. അത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു സ്വീകാര്യത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാധാരണ പ്രവർത്തകരുടെ അടക്കം വലിയ സ്വീകാര്യത ലഭിക്കുന്നു. എല്ലാ വീടുകളിലേക്കും പ്രവേശനം സാധ്യമായിരിക്കുന്നു. 2 തവണ മിക്കവാറും വീടുകളിൽ എത്താൻ കഴിഞ്ഞു. അപ്പോൾ നന്നായി, വളരെ നന്നായി, വിചാരിച്ചതിനേക്കാൾ നന്നായി പ്രചാരണ പരിപാടികൾ അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ഒരു ഇരുചക്ര വാഹന റാലി മാത്രമാണുള്ളത്. പിന്നെ കലാശക്കൊട്ട് എന്ന് പറയുന്ന കേരളത്തിൽ വലിയ സംഘർഷത്തിന് സാധ്യതയ്ക്കുള്ള കലാശക്കൊട്ടിന് ഞങ്ങളില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. മറ്റു മുന്നണികളും പാർട്ടികളും നടത്തിക്കോട്ടെ, ഞങ്ങളില്ല, ഞങ്ങളത് നടത്തില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത്? അല്ല, ഞാൻ കഴിഞ്ഞൊരു 36 കൊല്ലമായി എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്. വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ ആതുര സേവന മേഖലയിലും. പിന്നെ ഈ കണ്ണമ്മൂലയിലെ സാധാരണ മനുഷ്യരോടൊപ്പം എല്ലാത്തിലും നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. എല്ലാ കാര്യത്തിലും സമയം പോലും നോക്കാതെ ചെലവഴിച്ച ഒരാളാണ്. ആ അർത്ഥത്തിൽ എൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി മാധ്യമപ്രവർത്തന മേഖലയും പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്നതും, അങ്ങനെ ഇവിടെയും അടുത്തൊരു കൗൺസിലർ എങ്ങനെയായിരിക്കണമെന്ന് ആളുകളുടെ മുമ്പിൽ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ, ഞാൻ പ്രസ് ക്ലബിനെ എങ്ങനെയാണ് കഴിഞ്ഞ 7.5 കൊല്ലം സേവനം നടത്തിയത്, എത്രമാത്രം പ്രതിബദ്ധതയോടെ കൂടുതൽ സമയം വിനിയോഗിച്ച് പിന്നെ അക്ഷരാർത്ഥത്തിൽ അതിനിങ്ങനെ വളരെ നന്നായി കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും സമ്മതിക്കുന്നു. 5 തവണ വലിയ ഭൂരിപക്ഷത്തോടെ പ്രസ് ക്ലബ്ബിലെ വലിയ വിവേകമതികളായ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള മാധ്യമപ്രവർത്തകരെ 5 തവണ വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തു. അവിടെ നിന്ന് മാറുമ്പോൾ പ്രസ് ക്ലബ്ബിൽ നിന്ന് മാറേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാറി 5 കൊല്ലക്കാലം എൻ്റെ നാട്ടിൽ കണ്ണമ്മൂലയിൽ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണം. കാരണം ഇവിടെയൊക്കെ വന്നുപോയ കൗൺസിലർമാരെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ. കൗൺസിലർ എന്ന് പറയുന്നത് ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പഞ്ചായത്ത് മെമ്പർ അല്ല കൗൺസിൽ അല്ലെങ്കിൽ കൗൺസിലർ എന്നൊക്കെ. അവിടെ തട്ടിപ്പും ഗിമ്മിക്കുകളൊക്കെ കാണിച്ചാൽ ഒക്കെ പെട്ടെന്ന് വെളിച്ചത്ത് വരും. അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നാൽ അത് ഉടനെ ചോദ്യം ചെയ്യപ്പെടും. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണം എന്ന് തെളിയിക്കാനൊരു അവസരം, ആ അർത്ഥത്തിലാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ്, അതായത് പൊതുസമൂഹം എല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും താങ്കൾ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന്. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കാരണം മത്സരിക്കരുത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വന്നു? ഇല്ലല്ല, എന്നോട് മത്സരിക്കരുതെന്ന് പറഞ്ഞൊന്നും ആരും വന്നില്ല. ചില മുന്നണികളൊക്കെ അവരുടെ സ്ഥാനാർത്ഥിയാവണമെന്നൊക്കെ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. അതിൽ ചില മുന്നണികളുടെ വലിയ നേതാക്കളുണ്ട്, ചില താഴെത്തട്ടിലെ ആളുകളുണ്ട്. നിങ്ങൾ നമ്മുടെ കൂടെ ഒന്ന് മത്സരിച്ചുകൂടെ,
ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു. എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ പറഞ്ഞത് സർവതന്ത്ര സ്വതന്ത്രനായി നിൽക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ. അപ്പോഴെല്ലാം എൻ്റെ കൂടെ നിന്ന ആളുകൾ എൻ്റെ സാമ്പത്തിക പരാധീനതകളിൽ പോലും സഹായിക്കാൻ. എൻ്റെ അമ്മയ്ക്കൊക്കെ ഗുരുതരമായ അസുഖം ബാധിച്ച് മാസങ്ങളോളം, കാരണം ഞാൻ ഈ കോവിഡിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നണിയിൽ നിന്ന ഒരാളാണ്. കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും അറച്ചു നിന്ന സമയത്ത് പുറത്തിറങ്ങിയ ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വാർഡിലും പുറത്തുമൊക്കെ. പ്രസ് ക്ലബ്ബിലെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കം നടത്തി. ആ സമയത്ത് ഏതാണ്ട് 3500 പേർക്ക് ദിവസേന നഗരത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം പ്രസ് ക്ലബ്ബിൽ ഉണ്ടാക്കി പ്രവർത്തിച്ചു. പിന്നെ അതുപോലെ കണ്ണമൂല വാർഡിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്തി. 3 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഞാൻ PPE കിറ്റിട്ട് പോയിട്ടുണ്ട്, 3 എണ്ണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത് ആ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ചിലരൊക്കെ നിങ്ങൾക്ക് മത്സരിച്ചുകൂടെ, നിങ്ങളെന്നിവിടെ മത്സരിക്കാത്ത എന്നൊരു ചോദ്യം മുമ്പ് പലരും ചോദിച്ചിട്ടുണ്ട്. പലരും കഴിഞ്ഞു, നിങ്ങൾ മത്സരിക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടായൊരു ചിന്തയിൽ നിന്നാണ് ഈ മത്സര രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഒരാൾ രംഗത്തിറങ്ങിയാൽ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ എടുക്കുന്നൊരു നിലപാട് അയാൾക്ക് ഇത്തിരി സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ അയാളെ ചെന്ന് കണ്ട് വല്ല പണവും കൊടുത്ത് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇത് രണ്ടിനും എന്തായാലും എൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. എന്നെ ഈ രണ്ടിനും കിട്ടില്ല എന്ന നല്ല ബോധ്യമുള്ളവരാണ് ഇവിടുത്തെ ആളുകൾ. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ മാത്രമല്ല കേരളത്തിലെമ്പാടും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളായാലും ഒക്കെ അപരന്മാരെ നിർത്തി സ്ഥാനാർത്ഥികളുടെ വോട്ട് തട്ടി മാറ്റുന്ന ഒരു സംവിധാനം ഉണ്ട്, സമ്പ്രദായമുണ്ട്. അത് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലും എല്ലാ മിക്കവാറും വാർഡുകളിലുണ്ട്. ഇവിടെ ഈ കണ്ണമൂല വാർഡിൽ കഴിഞ്ഞ വർഷവും പേരുകാരെ നിർത്തിയിട്ടുണ്ട്, സ്ഥാനാർത്ഥികൾ നിർത്തി. ഇപ്പോൾ അടുത്തൊരു വാർഡ് വഞ്ചൂർ വാർഡിൽ കഴിഞ്ഞതിന് മുമ്പത്തെ, അതായത് 10 കൊല്ലം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത് 2 വോട്ടിനാണ്. അന്ന് എതിർ സ്ഥാനാർത്ഥിയുടെ അവരന് 54 90 ഒക്കെ വോട്ടുകൾ പിടിച്ചു. 2 വോട്ടിനാണ് അയാൾ ജയിച്ചത്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3 സ്ഥാനാർത്ഥികൾ, 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും റെയർ നെയിം ഉള്ളവരല്ല. ഇപ്പോൾ ഈശ്വര പ്രസാദ് എന്നാണ് ഒരാളുടെ പേരെങ്കിൽ ഒരുപക്ഷെ മറ്റൊരാളെ ആ പേര് കണ്ടുപിടിച്ച് നിർത്താൻ കഴിയില്ല. ഇവിടെ കോമൺ നെയിം ഉള്ള ആളുകളാണ്, സാധാരണ പേരുകാർ. ഇവർ 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരനെ അതേ പേരുകാരനെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. എന്നാൽ എനിക്കെതിരെ 4 രാധാകൃഷ്ണന്മാരെ നിർത്തിയിരിക്കുന്നു. അത് വളരെ പ്ലാൻ ചെയ്ത് 3 മുന്നണികളും കൂടെ ആലോചിച്ച് എൻ്റെ വോട്ട് കുറയ്ക്കുക. അതെന്തിനാ ഇവർ എന്നെ അങ്ങനെ എനിക്കൊരു ഈ വാർഡിലൊരു പ്രമുഖ സ്ഥാനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ എൻ്റെ ഒപ്പം നിൽക്കില്ല എങ്കിൽ എന്തിനവരെങ്ങനെ എൻ്റെ വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കണം? അപ്പോൾ അവർ പരസ്പരം അവരുടെ വോട്ട് കുറയ്ക്കരുത്, എൻ്റേത് കുറയ്ക്കാമെന്ന് ഈ 3 കൂട്ടരും തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 4 രാധാകൃഷ്ണന്മാർ. അതുകൊണ്ട് തന്നെ ഞാൻ ബാലറ്റിൽ എൻ്റെ പേര് പാറ്റൂർ രാധാകൃഷ്ണൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ടു. റിട്ടേണിംഗ് ഓഫീസർ ആദ്യം സമ്മതിച്ചില്ല. സാധാരണഗതിയിൽ സ്ഥലപ്പേരുകളിൽ പല ആളുകളുടെയും ബാലറ്റ് പേപ്പറിൽ പേര് വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ ഗൈഡിലെ ഭാഗം എടുത്ത് കാണിച്ച് അതിന് ശേഷമാണ് റിട്ടേണിംഗ് ഓഫീസർ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും, കോടതിയെ സമീപിക്കും എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പാറ്റൂർ രാധാകൃഷ്ണൻ ആക്കി തരാൻ തയ്യാറായത്. പിന്നെ എൻ്റെ ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മൊബൈൽ ഫോൺ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചോർത്താതെ ഇത് പുറത്ത് മറ്റ് സ്ഥാനാർത്ഥികൾ കിട്ടില്ലല്ലോ. ഈ അപരന്മാർ എന്ന് പറഞ്ഞ് പേര് കൊടുപ്പിച്ചവരെ കൊണ്ട് ഇതേ ചിഹ്നം തന്നെ ആവശ്യപ്പെട്ടു, മൊബൈൽ ഫോൺ. അത് പിന്നെ നിയമം അനുസരിച്ച് നറുക്കിടേണ്ടതാണ്. നറുക്കിട്ടപ്പോൾ എനിക്ക് തന്നെ ആ മൊബൈൽ ഫോൺ ലഭിച്ചു. അതൊരു മഹാഭാഗ്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപേ താങ്കൾ ജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. അല്ല, അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഒരുപാട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും, അതായത് ഏതാണ്ട് 30ഓളം വാർഡിലെ ആളുകളും സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും എല്ലാം കൂടി നിൽക്കുന്ന ജില്ലാ ലേബർ ഓഫീസ്, റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയം, അവിടെ ചെല്ലുന്ന എന്നെ തൊട്ടടുത്ത വാർഡിലൊരു സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരും ചേർന്ന് അങ്ങ് അടിക്കുകയാണ്. ചോദിക്കുക പറയുന്നില്ല, എന്താണ് പറയുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ വാർത്തകൾ ഈ പല വാർഡുകളെക്കുറിച്ചും വരുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളെക്കുറിച്ച് ജയിക്കുമെന്നും തോക്കുമെന്നൊക്കെ, പല പാർട്ടികളും ജയിക്കും തോക്കുമെന്നൊക്കെ എത്രയോ ഓൺലൈൻ മീഡിയകളും യൂട്യൂബർമാരും ഒക്കെ ചെയ്യുന്നു. സ്വാഭാവികമല്ലേ, അവരെയൊക്കെ പോയി തല്ലുകയാണോ ചെയ്യുന്നത്? ഞാനങ്ങോട്ട് കയറി ചെല്ലുമ്പം ഞാൻ ഈ യൂട്യൂബൊന്നും ചെയ്ത ആളല്ല, പക്ഷേ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി എന്നുള്ളത് ഞാനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വാർത്തകൾ ഇവർക്കെതിരെ വരുന്നതിൻ്റെ പ്രഭവ കേന്ദ്രം പ്രസ് ക്ലബ്ബാണെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത വാർഡിൽ ഒരു സ്ഥാനാർത്ഥി, അയാളുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങ് അടിക്കുകയാണ് എന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി PR പ്രവീൺ, ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് വിമൽ ജോസ്, അങ്ങ് ഭീകരമായിട്ട് അടിക്കുകയായിരുന്നു. അപ്പോൾ അത് തന്നെ ഒന്ന് അടിച്ച് ഭീഷണിപ്പെടുത്തുക ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ കാരണം അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വിളിച്ച യോഗങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ പിന്നെ ഏതാണ്ട് 350-400 ആളുകൾ പങ്കെടുക്കുകയാണ്. അപ്പോൾ അത് ആകെ വിരളി കൊണ്ട് പരസ്യമായി തല്ലി, രഹസ്യമായിട്ടല്ല, പരസ്യമായി തല്ലി ഇയാളുടെ കൂടെയുള്ള ആളുകൾ ഇയാളെ വിട്ടു പോവുക, ഇതിനെ ചിതറിപ്പിക്കുക, സെക്കൻഡ് റൗണ്ടിലെങ്കിലും നമ്മളെ ഒന്ന് ദുർബലരാക്കുക, അതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഈ സംഭവം കുറച്ചുകൂടെ ശക്തിമത്താവാനേ സഹായിച്ചിട്ടുള്ളൂ.
ആളുകൾ കൂടുതൽ വികാരപരമായി ഇതിനെ കണ്ടുകൊണ്ട് കൂടുതൽ ശക്തിയോടെ എൻ്റെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് ആ വഞ്ചിയൂർ ബാബുവും സംഘവുമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലവിൽ കേസ് നിലനിൽക്കുന്നുണ്ടോ? അല്ല, അത് ഈ വഞ്ചിയൂർ വാർഡിലെ ഈ പറഞ്ഞ മഹാനായ സ്ഥാനാർത്ഥിയാണ് എന്നെ തല്ലിയത്. അക്കാര്യം തർക്കമൊന്നുമില്ല. എന്നിട്ട് അയാൾ തന്നെ പോലീസിലൊരു പരാതി കൊടുക്കുന്നു, ചാനലിൽ വന്നു എന്നൊക്കെ പറയണം, എന്നെ അടിച്ചു, ഒരുപാട് അടിച്ചു എന്നൊക്കെ പറയണം. എന്തൊരു കള്ളത്തനമാണ്! എത്രയോ ഈ തെരുവ് ഗുണ്ടകൾ പോലും പറയാൻ മടിക്കുന്ന അത്തരത്തിലുള്ള കള്ളം പറയുകയാണ്, അയാൾ തന്നെ പറയുകയാണ്. അപ്പോൾ അതിനൊന്നും ഞാനിപ്പോൾ ഈ അവസരത്തിൽ മറുപടി ഒന്നും പറയുന്നില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആണ് തീരുമാനം എടുക്കേണ്ടത്. അയാൾ കൊടുത്ത പരാതി ഞാൻ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് 10-200 പേരുടെ ഇടയിലേക്ക് ഞാൻ ചെന്ന് ഇവരെ അങ്ങ് അടിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പോയ വഴിക്ക് അയാളുടെ വാർഡ് തന്നെ വേറൊരു പാർട്ടിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റിനെ അടിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്ന് അടി കൊണ്ട് അയാൾ പോയിട്ട് അപ്പുറത്തെ പാർട്ടിയിൽ അയാളിനെ അടിച്ചിട്ട് പോവുകയാണ്. അങ്ങനെയാണോ? അപ്പോൾ അത് ഒരു കള്ള കേസ് കൊടുത്താൽ പോലീസും ഇവിടുത്തെ നീതിന്യായ സംവിധാനവും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്താണ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ. നിലവിൽ ഈ കണ്ണമ്മൂല വാർഡ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു വാർഡാണ് കണ്ണമ്മൂല. എന്നാൽ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് ഒരുപാട് അവഗണിക്കപ്പെട്ട വാർഡാണ് കണ്ണമ്മൂല. അത് കണ്ണമ്മൂലയിൽ ശരിക്കും പറഞ്ഞാൽ കുറേ മാന്യന്മാരായ രാഷ്ട്രീയ പ്രവർത്തകരുള്ള സ്ഥലമാണ്. എന്നാൽ അല്ലാത്ത ആളുകളുമുണ്ട്. ഈ വാർഡിൽ കുടിവെള്ളത്തിൻ്റെ രൂക്ഷമായ പ്രശ്നമുണ്ട്. പല ഇടറോഡുകളും സ്ലാബുകൾ മൂടാത്ത ചാലുകളാൽ കിടക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. കൊതുക് ശല്യം ഭീകരമാണ്. കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളേ നടക്കുന്നില്ല. മാലിന്യ കൂമ്പാരമാണ്. എവിടെ നോക്കിയാലും അഴുകി നാറുകയാണ്. അത് കൊതുകിനെ വളർത്താൻ അത് സഹായകരമാണ്. തെരുവ് നായ്ക്കളുടെ ശല്യമാണെങ്കിൽ ഭീകരമായ ശല്യം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്നായി ഇപ്പോൾ പറഞ്ഞു തീർക്കുകയല്ല, ഒരുപാടുണ്ട്. എണ്ണിയാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര ഒരുപാട് പ്രശ്നങ്ങൾ ഞാനടക്കമുള്ള സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ണമ്മൂലയിലുണ്ട്. അത് പരിഹരിക്കുന്നതിന് തന്നെയാണ് മുൻഗണന. ആളുകൾ നാടിൻ്റെ വികസനവും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കലും അതോടൊപ്പം സാധാരണ മനുഷ്യരുടെ ദുർബല ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ, അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുക, അവർക്കൊരാശ്രയമാവുക. ഏത് സമയത്തും കൂടെ ഒരാളായി, ഏത് സമയത്ത് വിളിച്ചാലും വരാനൊരാളുണ്ട്, ഒരു സഹോദരനായി, മകനായി, കൂടെപ്പിറപ്പായി കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ആളുകൾക്കുള്ളത്. അത് തെറ്റിക്കില്ല. പൊതുവെ കണ്ണമ്മൂലയുടെ ഒരു രാഷ്ട്രീയ ചായ്വ് എങ്ങോട്ടാണ്, എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് അതിനെ? അല്ല, കണ്ണമ്മൂല മിക്കവാറും തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിപരമായാണ് കാര്യങ്ങളെ കണ്ടിട്ടുള്ളത്, രാഷ്ട്രീയമായിട്ടൊന്നുമല്ല. മഹാരഥന്മാർ മത്സരിച്ചിട്ടുള്ള സ്ഥലമാണ്, മിടുക്കന്മാർ ഭരിച്ചിട്ടുള്ള സ്ഥലമാണ്. അല്ലാത്ത ആളുകളും പലരും പല തരത്തിലെ ആളുകളെ സ്വാധീനിച്ച് കൗൺസിലർ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അതെല്ലാം തിരുത്തി കുറിക്കപ്പെടും ഇത്തവണ ആളുകൾ വികസനം അല്ലെങ്കിൽ നന്മ, കണ്ണമ്മൂലയുടെ നന്മയുള്ള കണ്ണമ്മൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് കണ്ണമ്മൂലയ്ക്ക് അങ്ങനെ രാഷ്ട്രീയ സ്വഭാവമൊന്നുമില്ല. അത് മാറിയും മറിഞ്ഞുമൊക്കെ വന്നിട്ടുള്ളൊരു ചിത്രമാണ് കണ്ണമ്മൂലയിൽ സാധാരണ ഇത് കണ്ടുവരുന്നത്. താങ്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? അല്ല, ഞാനങ്ങനെ വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിച്ചത് പിന്നെ ആ സമയത്ത് ഉള്ള ഒരു എൻ്റെ ശരി ഏതാണ്, എനിക്ക് തോന്നുന്നത് ശരി ഏതാണ്, അത് കണ്ടുകൊണ്ടാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നു, മാധ്യമ പ്രവർത്തനത്തിലേക്ക് മാറുന്നു. അപ്പോഴും ഞാൻ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായി നിന്നപ്പോഴും അതിനുശേഷവും എല്ലാം ആളുകളുടെ പ്രശ്നങ്ങൾ, അതിൽ രാഷ്ട്രീയം നോക്കാം. ഇപ്പോൾ എൻ്റെ ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ എല്ലാ പാർട്ടികളിലും പെട്ട പ്രധാന ആളുകൾ വരെ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതെന്തുകൊണ്ട്? ഞാൻ അവരുടെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെട്ടതുകൊണ്ടാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രവർത്തന രീതി. എന്തായാലും എം രാധാകൃഷ്ണനെയും നിലവിലുള്ള പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയായ PR പ്രവീണിനെയും ഇക്കഴിഞ്ഞ ദിവസമാണ് സഖാക്കൾ കൂട്ടമായി ആക്രമിച്ചത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നത് ഇലക്ഷന് മുൻപേ തന്നെ എം രാധാകൃഷ്ണൻ കണ്ണമ്മൂലയിൽ വിജയിച്ചു എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.